ഒരു പാട്ടുകാരൻ ആയിരുന്നു. ദാവീദ് ഒരു ആട്ടിടയൻ ആയിരുന്നു. ദാവീദ് രാജാവായി മാറി. എന്നാൽ ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ, ആമേൻ. ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു തലത്തിലല്ല. അനേകർക്ക് നീ കർത്താവിനോട് ചേർന്ന് നിന്നാൽ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്ത ചില വെളിപ്പാടുകൾ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. ദേശത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം നിനക്ക് തരും. രാജ്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം നിനക്ക് തരും. അനേകർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത ചില വെളിപ്പാടുകൾ നിനക്ക് തന്ന് ഈ കാലഘട്ടത്തിൽ ആമേൻ നിന്നെ ഉപയോഗിക്കാൻ ദൈവം സർവശക്തനാണ്. ആമേൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല. പരിശുദ്ധൻ ആരേ ഉള്ളൂ? ഹലോ, ലോകത്തിൽ ആരും പരിശുദ്ധൻ? നമ്മളെല്ലാം വിശുദ്ധന്മാരാണ്, നമ്മളെല്ലാം നീതിമാന്മാരാണ്, നമ്മളെല്ലാം ദൈവമക്കളാണ്. സ്തോത്രം. അതൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ആരും പരിശുദ്ധന്മാരല്ല. പരിശുദ്ധൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം വേഷത്തിൽ മനുഷ്യനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി എന്നല്ലേ വേദപുസ്തകം പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ആ വചനം യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ അവസാനത്തോട് രക്തം ചീന്തി മരിച്ചു. അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയ്ക്കകത്ത് ആരെയും അന്നുവരെയും കിടത്തിയിട്ടില്ലാത്ത, അടക്കിയിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയ്ക്കകത്ത് അവന്റെ മരണം സമ്പന്നന്മാരുടെ കൂടെ ആയിരിക്കുന്നു എന്ന് തിരുവഴുത്തിൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ അവനെ അടക്കം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ 3 ദിവസം ആ ഡെഡ് ബോഡി ആ കല്ലറയ്ക്കകത്തിരുന്നു. സ്തോത്രം. എന്നാൽ അവന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. ഓ, വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം അവന്റെ ശരീരത്തിൽ ദ്രവത്വം കണ്ടില്ല. അത് എന്റെ വേർഷൻ എന്തുവാന്നറിയാമോ? അവന്റെ ശരീരത്തിൽ ഒരു വേമിനും കയറാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവന്റെ ശരീരം പരിശുദ്ധമാണ്. നമ്മുടെ യേശുവിന്റെ ശരീരം പരിശുദ്ധമാണ്. അത് അഴുകിപ്പോകാൻ, അതിന്റെ ഒരു സെല്ല് പോലും ഡീക്കേ ആയി പോകാൻ എന്റെ ദൈവം അനുവദിച്ചില്ലെന്ന് അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മൾ സേവിക്കുന്ന ദൈവം 6 അടി മണ്ണിൽ നീറി ഒടുങ്ങിയ ഒരു ദൈവമല്ല.